നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ KS എക്സാം അത് ഉടനെ തന്നെ വരാൻ പോവുകയാണ്. അപ്പോൾ KS എക്സാമിന് ഉള്ള അതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അഥവാ KSന് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സിലബസിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങളൊരു KS എക്സാം ആഗ്രഹിക്കുന്ന ആളുകൾ ഫസ്റ്റ് മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യവും സിലബസ് തന്നെയാണ്. വിശദമായിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാലായിരിക്കും നമുക്ക് അതിനനുസരിച്ചാണ് പുസ്തകങ്ങൾ വായിക്കേണ്ടി വരിക, അതിനനുസരിച്ചാണ് ആൻസർ റൈറ്റിംഗ് ചെയ്യേണ്ടി വരിക, അതിനനുസരിച്ചാണ് കറണ്ട് അഫയേഴ്സ് തയ്യാറാക്കേണ്ടി വരിക. സിലബസ് ഇൻ ഡീറ്റെയിൽ, അതോ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെ പ്രത്യേക സിലബസ് പറയാനില്ല, പിന്നെ നമുക്ക് ഇന്റർവ്യൂ സമയത്ത് ഒന്നുകൂടി വിശദമായിട്ട് പറയാം. പ്രിലിംസിന്റെ 2 പേപ്പറും അതുപോലെ തന്നെ മെയിൻസിന് 3 പേപ്പറും, ഈ 5 പേപ്പറിൽ നമുക്ക് വിശദമായിട്ട് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ള വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു KS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾക്കൊരു ക്രാഷ് കോഴ്സ് ആയിട്ട് KS കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, ഈ സിലബസ് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് വളരെ ചുരുങ്ങിയ ഫീസിൽ 9999 രൂപ വരുന്ന പ്രോഗ്രാം ഒരു ഓഫറിന്റെ ഭാഗമായിട്ട് വെറും 2999 രൂപക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിലബസിലോട്ട് പോവാം. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസ് ആണ്. സിലബസ് KSന്റെ പ്രിലിംസിന്റെ സിലബസ് ആണ് ഫസ്റ്റ് നോക്കുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മെയിൻസിന്റെ സിലബസും നോക്കാം. നമുക്കറിയാം പ്രിലിംസിൽ 2 പേപ്പർ ആയിട്ടാണ് വരുന്നത്, പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിൽ, ജനറൽ സ്റ്റഡീസ് 1 and 2. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇപ്പൊ KS ചോദിച്ച 2019 ചോദിച്ചതിന്റെ സിലബസ് ആണ്. പിന്നെ 21 പുതിയ സിലബസ് വരികയാണെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്നതായിരിക്കും. പേപ്പർ 1 വരികയാണെങ്കിൽ അതിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഉണ്ട്, അതുപോലെ തന്നെ കേരള ഉണ്ട്. ഓക്കെ, അപ്പൊ KSന്റെ പ്രത്യേകത മനസ്സിലാക്കണം. ഓരോ സബ്ജക്ട് പഠിക്കുമ്പോൾ അതിന് കേരളത്തിന്റെ ഇൻ സ്പെസിഫിക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. UPSC ഇപ്പൊ നമുക്ക് എല്ലാ സ്റ്റേറ്റ്സും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ KSലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കേരളത്തിന്റെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. ആൻഷ്യന്റ് വേണം, മെഡീവൽ വേണം, പ്ലസ് മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വേണം, 18th century മുതൽ ഇപ്പൊ ഇതുവരെ. ഓക്കെ, ഇപ്പൊ ഏകദേശം 857 അല്ലെങ്കിൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് പഠിക്കണം. പിന്നെ കേരള ഹിസ്റ്ററി പഠിക്കണം, 18th century മുതൽ ഇതുവരെയുള്ള കേരള ഹിസ്റ്ററി പഠിക്കണം. പിന്നെ ഹിസ്റ്ററി ഓഫ് വേൾഡും വേണം. അപ്പൊ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആൻഷ്യന്റ് ഹിസ്റ്ററി വേണം, മെഡീവൽ ഹിസ്റ്ററി വേണം, മോഡേൺ ഹിസ്റ്ററി വേണം, കേരള വേണം, ഇന്ത്യ വേണം, വേൾഡ് വേണം. ഓക്കെ, ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ പഠിക്കേണ്ടത് കൾച്ചറാണ്. കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ UPSC സിലബസിന് സമാനമാണ് സിലബസ് എന്നുള്ള മനസ്സിലാക്കുക. UPSC ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇതും പ്രിപ്പയർ ചെയ്യാൻ പറ്റും, മാർക്ക് നേടാനും പറ്റും. രണ്ടാമതായിട്ട് വരുന്നത് കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. കേരളത്തിന്റെ കൾച്ചറൽ ഹെറിറ്റേജ് വേണം കൾച്ചറൽ രീതിയിൽ. പിന്നെ പൊളിറ്റിയിലേക്ക് വരികയാണെങ്കിൽ എന്തൊക്കെയുള്ളത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടോ, ഇതൊക്കെ പ്രിലിംസിന് സിലബസ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, അതിൽ വരുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, പിന്നെ ഇന്റർനാഷണൽ റിലേഷൻ. IR ഇതിന്റെ കൂടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. പൊളിറ്റി കൂടാതെ IR വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ്, അവരുടെ പവേഴ്സ്, ഫംഗ്ഷൻ, റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ആ രീതിയിലാണ് പഠിക്കേണ്ടത്. പിന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി പഠിക്കണം, IRന്റെ ഭാഗമായിട്ട് പറയാം. അതുപോലെ തന്നെ IRന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് പഠിക്കണം, ഇന്റർനാഷണൽ ട്രീറ്റീസ് പഠിക്കണം, ഫോറംസ് പഠിക്കണം, അതിന്റെ സ്ട്രക്ചറും മാൻഡേറ്ററി. ഫോർ എക്സാമ്പിൾ UNO എന്നുള്ള ഓർഗനൈസേഷൻ, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുമായി ഇന്ത്യയുമായി എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്ന ആ രീതിയിൽ. പിന്നെ പൊളിറ്റിയിൽ തന്നെ വരുന്നതാണ് ജുഡീഷ്യറി പഠിക്കാനുണ്ട്. ജുഡീഷ്യറി, സുപ്രീം കോർട്ടുകൾ, ഹൈക്കോർട്ട്, അതെ. പിന്നെ അതൊക്കെ ആ സബ്ജക്ട് ഓറിയന്റഡ് ആണെങ്കിൽ ഇത് നമ്മുടെ മാത്സ് മെന്റൽ എബിലിറ്റി ഓറിയന്റഡ് ആണ്. റീസണിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്മെറ്റിക്. മാത്സ് കുറച്ച് പേപ്പർ 1 പഠിക്കാനുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ജോഗ്രഫി എന്നുള്ള സബ്ജക്ട് പഠിക്കാനുണ്ട്. അതിൽ ഫിസിക്കൽ ജോഗ്രഫി വേണം, സോഷ്യൽ ജോഗ്രഫി വേണം, എക്കണോമിക് ജോഗ്രഫി ഓഫ് വേൾഡ് വേണം, ഇന്ത്യ വേണം, കേരള സ്പെസിഫിക് ആയിട്ട് വേണം ജോഗ്രഫി. പിന്നെ ചില ജോഗ്രഫി ഫിനോമിന, വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന എർത്ത്, സുനാമി, വോൾക്കാനോ, സൈക്ലോൺ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ് ഒക്കെ. അത് വയനാട് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഒന്നുകൂടി കൊണ്ടുവന്ന് മനസ്സിലാക്കുക. മെയിൻസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇതൊക്കെയാണ് പേപ്പർ 1 അല്ലെങ്കിൽ GS പേപ്പർ 1 പ്രിലിംസിന് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ജോഗ്രഫി, റീസണിങ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി, IR, പൊളിറ്റി, ഹിസ്റ്ററി, ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ. ഇതൊക്കെയാണ് പേപ്പർ 1 പഠിക്കാനുള്ളതെങ്കിൽ പേപ്പർ 2 അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് 2 എന്ന് പറയും. അതിലൊന്ന് വരുന്ന എക്കോണമി തന്നെയാണ്. എക്കോണമി ആൻഡ് പ്ലാനിങ്ങിൽ ഇന്ത്യൻ എക്കോണമി, ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഇന്ത്യൻ എക്കോണമിന്റെ അവസ്ഥ എന്താണ്, പോസ്റ്റ് റിഫോം പീരീഡിൽ പുതിയ ന്യൂ എക്കണോമിക് പോളിസി 1991 ഒക്കെ. പിന്നെ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കാനുണ്ട്. നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, സെക്ടർ കോമ്പോസിഷൻ, പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടേഴ്സ്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാണ്ട്, ഇൻക്ലൂഡിങ് 5 year പ്ലാൻസ് കേട്ടോ. പിന്നെ എക്കോണമിയുമായി ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ് ഏത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലാൻഡ് റിഫോംസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി, പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അതിന്റെ പെർഫോമൻസ്, ഗ്രോത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇ കോമേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്, സെസ് പഠിക്കാനുണ്ട്, അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യൻ എക്കോണമിയിൽ വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ, എക്കോണമിന്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ, പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ പറ്റി എടുത്ത് പറയുന്നുണ്ട് ഇത് മാത്രം. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, മീനിങ് ഇമ്പോർട്ടൻസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വാട്ടർ സപ്ലൈ, സാനിറ്റേഷൻ, എനർജി, പവർ. പിന്നെ സെൻസർ ടെക്നോളജിയിൽ കുറച്ച് വരുന്നുണ്ട്, റൂറൽ ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ, പോർട്ട്, റോഡ്, എയർപോർട്ട്, റെയിൽവേ, ടെലികമ്മ്യൂണിക്കേഷൻ, ഡാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പഠിക്കണം, അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെൻഡ്, നമ്മൾ പോപ്പുലേഷനിലുള്ള ട്രെൻഡ്. പിന്നെ ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് പഠിക്കണം. ഇന്ത്യൻ ടാക്സ് സിസ്റ്റം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഡെപ്റ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ എങ്ങനെയാണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി, അതിന്റെ ഇമ്പാക്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ട്രംപ് കോമ്പോസിഷൻ സ്ട്രക്ചർ, ഡയറക്ഷൻ ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ്, അതിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇപ്പൊ ട്രേഡുമായി എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ 2 പഠിക്കാനുണ്ട്, അറിഞ്ഞിരിക്കുക. പിന്നെ കേരളത്തിന്റെ എക്കോണമി, ഓക്കെ, പോപ്പുലേഷൻ, മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ, റിസോഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കോപ്പറേറ്റീവ് സെക്ടർ, ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണ്, അതിന്റെ പ്രോഗ്രാംസ്, ഇനിഷ്യേറ്റീവ്സ്, ഇമ്പാക്ട്. പിന്നെ സയൻസ് ടെക്നോളജി അതിൽ എക്സ്ട്രാ പഠിക്കാനുള്ള രണ്ടാമത്തെ ഒന്ന് എക്കോണമി, കംപ്ലീറ്റ് ആയിട്ട് എക്കോണമി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഇൻക്ലൂഡിങ് ഇന്ത്യ, കേരള. പിന്നെ അടുത്ത് വരുന്നതാണ് സെക്കൻഡ് സയൻസ് ടെക്നോളജി, നാച്ചുറൽ സ്കോപ്പ് ഓഫ് ICT, ഡേ ടു ഡേ ലൈഫിൽ നമ്മളെ ഇൻഫർമേഷൻ ടെക്നോളജി ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ, ഗവേണൻസിലൊക്കെ. പിന്നെ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് വരുന്ന കാര്യങ്ങൾ, ISR ബന്ധപ്പെട്ട കാര്യത്തിലാണ് പഠിക്കാനുള്ളത്. പിന്നെ എനർജി റിക്വയർമെന്റ്. മൂന്നാമത്താണ് എൻവിയോൺമെന്റ്, ഇതിൽ പഠിക്കാനുള്ളതാണ് എൻവിയോൺമെന്റ് ഇഷ്യൂസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻസ്, കാര്യങ്ങളൊക്കെ. പിന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ കാര്യങ്ങൾ. പിന്നെ എൻവിയോൺമെന്റൽ ഹസാർഡസ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ബയോടെക്നോളജിയിൽ വരുന്ന ഡെവലപ്മെന്റ്, ഗ്രീൻ ടെക്നോളജി, നാനോ ടെക്നോളജി, കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് സയൻസ് ടെക്നോളജി പ്ലസ് കറണ്ട് അഫയേഴ്സ്, ഒരു 1 year കറണ്ട് അഫയേഴ്സെങ്കിലും വേണം. പിന്നെ അതിൽ തന്നെയാണ് ലാംഗ്വേജ് പഠിക്കാനുള്ളത്. ലാംഗ്വേജ് ഇംഗ്ലീഷിനെ കുറിച്ചും മലയാളത്തിനെ കുറിച്ചും പഠിക്കാനുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ടെൻസസും സിനോണിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ. പിന്നെ മലയാളത്തിലും ലാംഗ്വേജ് പ്രൊഫഷൻസി വരുന്ന പദശുദ്ധി, വാക്ശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പാരായണം, വിപരീത പദം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സമാന പദം, ഇതൊക്കെ അതിനും പഠിക്കാനുണ്ട്, വിവേചനം. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ കന്നഡ തമ്മിലുള്ളവർക്ക് അത് കൊടുക്കും കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് പ്രിലിംസിന് 2 പേപ്പർ GS 1 GS 2 പഠിക്കാനുള്ള സിലബസ്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയും. ഇപ്പൊ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾ വേണത്തിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഇനി അതല്ല സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ സിലബസ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഈ PDF ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യാം. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കേട്ടോ, ജോയിൻ ചെയ്യണേ. ഇനി മെയിൻസിന്റെ സിലബസ്, മെയിൻസ് 3 പേപ്പറാണ് ഉള്ളത്, മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? ഓരോ പേപ്പറും GS 1, 2, 3 2 മണിക്കൂർ വീതമാണ്, 100 മാർക്കിന് ഓരോ പേപ്പറും. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പേപ്പർ 1. പേപ്പർ 1 മാക്സിമം മാർക്ക് 100ആണ്, 2 മണിക്കൂറാണ്. ഒന്ന് പഠിക്കാനുള്ള ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഇന്ത്യൻ്റെതും വേണം, കേരളത്തിലും വേണം. മെയിൻസിനാണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. മറ്റേ ഒബ്ജക്റ്റീവ് ആയിരുന്നു, ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതിൽ ആൻഷ്യന്റ് ഹിസ്റ്ററി വേണം, ആൻഷ്യന്റ് മെഡീവൽ വേണം. സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് മേജർ ലാൻഡ്മാർക്ക് ആൻഷ്യന്റ് മെഡീവൽ ഇന്ത്യ, അതിന്റെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, മേജർ ഡൈനാസ്റ്റീസ്, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, സോഷ്യൽ, റിലീജിയസ് ആൻഡ് എക്കണോമിക് കണ്ടീഷൻസ്. ഇതൊക്കെ ആൻഷ്യന്റിലും മെഡീവലും, കേരളത്തിൻ്റെതും ഇന്ത്യയിലും. പിന്നെ അടുത്താണ് മോഡേൺ പീരീഡ്. മോഡേൺ എന്ന് പറയുമ്പോൾ 18th century മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ. സിഗ്നിഫിക്കൻസ് ഈവൻസ്, പേഴ്സണാലിറ്റീസ്, ഇഷ്യൂസ്. പിന്നെ ഇൻഡിപെൻഡൻസിന്റെ ആ ഫ്രീഡം ഫൈറ്റ് വരുന്നത്, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റ്. പിന്നെ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോളിഡേഷൻ, ഇൻഡിപെൻഡന്റ് ഇന്ത്യ ആൻഡ് നൈബേഴ്സ്. ഇതൊക്കെ മോഡേൺ ഹിസ്റ്ററിയിൽ. പിന്നെ മൂന്നാമത്താണ് കേരള ഹിസ്റ്ററി. 18th century മുതലുള്ള പ്രീ ഇൻഡിപെൻഡൻസ്, സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ് ഫോർമേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, മൂവ്മെന്റ്, ഗവൺമെന്റ്സ്, ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ.
ഇതൊക്കെ കേരള. ഓക്കെ, അതാണ് അതിൽ പഠിക്കാനുള്ളത് കേരള ഹിസ്റ്ററിയിൽ. പിന്നെ ഹിസ്റ്ററി ഓഫ് വേൾഡ് വേണം. മിഡ് 18th സെഞ്ചുറി മുതൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വേൾഡ് വാർ, റീഡ്രോൾ ഓഫ് നാഷണൽ ബൗണ്ടറി, കോളനൈസേഷൻ, ഡീകോളനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, അതിന്റെ ഫോംസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ ഇതിലാണ് ഹിസ്റ്ററി ഓഫ് വേൾഡ്. അപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള, ഹിസ്റ്ററി ഓഫ് വേൾഡ്, ആൻഷ്യന്റ്, മെഡീവൽ, മോഡേൺ. പിന്നെ അടുത്താണ് കൾച്ചർ. കേരളത്തിന്റെ കൾച്ചറാണ് പ്രധാനമായിട്ടും. കൾച്ചർ ഹെറിറ്റേജ് ഓഫ് കേരള, ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, സൈലന്റ് ഫീച്ചേഴ്സ്, സൊസൈറ്റി, കേരള ട്രൈബൽ കൾച്ചർ, പിൽഗ്രിമേജ്, ടൂറിസ്റ്റ് പ്ലേസ്, ഫോക്ക് കൾച്ചർ, സിനിമ, തിയേറ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. ഹിസ്റ്ററി എവല്യൂഷൻ ഓഫ് മലയാളം ലാംഗ്വേജ്, അതും കൂടി പഠിക്കാൻ. ഇതൊക്കെയാണ് GS1 നമ്മൾ പഠിക്കാനുള്ളത്. ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയും കൾച്ചറുമാണ് പ്രധാനമായിട്ടും മെയിൻസിൽ GS1 പഠിക്കാനുള്ളത്. GS2 വരികയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് 100 മാർക്കിന് 2 മണിക്കൂർ വീതമാണ്. അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഫംഗ്ഷനിങ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ്, അവരുടെ പവർ, പഞ്ചായത്ത് രാജ്, സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി കോസി ബോഡീസ്, റൈറ്റ്സ് ആൻഡ് ഇഷ്യൂസ്, ഇന്ത്യൻ ഫോറിൻ പോളിസി, IR വരുന്നുണ്ട്. പിന്നെ ജുഡീഷ്യറി, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് വളരെ വിശദമായിട്ട് എടുക്കും പേപ്പർ 2. അതുപോലെ തന്നെ പേപ്പർ 2 വരുന്നതാണ് ഏതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കാനുണ്ട്. നാച്ചുറൽ സ്കോപ്പ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, റെലവൻസ്, നാഷണൽ പോളിസി, അതുമായി ബന്ധപ്പെട്ട ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത്, കമ്മ്യൂണിറ്റി മെഡിസിൻ, ഫുഡ്, ന്യൂട്രീഷൻ, ഹെൽത്ത് കെയർ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിന്റെ ബേസിക് ഫാക്ട്സ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓഫ് പ്രൊമോട്ടിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO പോലത്തെ പ്രോമിനന്റ് സയന്റിസ്റ്റ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ. പിന്നെ ICT, നാച്ചുറൽ സ്കോപ്പ് ഓഫ് ICT, ഡേ ലൈഫിൽ ICT എങ്ങനെ വരുന്നത്, ICT ഗവേണൻസ്, വേരിയസ് ഗവൺമെന്റ് സ്കീമുകൾ ICTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ ടെക്നോളജി ഓഫ് സ്പേസ് ആൻഡ് ഡിഫൻസ്, പിന്നെ എവല്യൂഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ISRO ഇൻക്ലൂഡ് ആയിട്ട്. പിന്നെ എനർജി റിക്വയർമെന്റ്, എഫിഷ്യൻസി ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്സിസ്റ്റ് എനർജി നീഡ്സ്, ഡെഫിഷ്യൻസ്, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ എനർജി, അതിന്റെ പോളിസികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എൻവയോൺമെന്റ് സയൻസ്, ഇഷ്യൂസ് ആർ കൺസേൺസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ്, ലീഗൽ ആസ്പെക്ട്സ്, പോളിസീസ്, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ബയോഡൈവേഴ്സിറ്റി, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. എൻവയോൺമെന്റ് ഹസാർഡ്സ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ്, നാഷണൽ ആക്ഷൻ പ്ലാൻസ്. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇവിടെ വരുന്നത് കേട്ടോ, അത് സബ്ജക്ട് ഇൻക്ലൂഡാണ്. പിന്നെ ബയോടെക്നോളജിയിൽ വരുന്ന ഡെവലപ്മെന്റ്, ഗ്രീൻ ടെക്നോളജി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ കറണ്ട് അഫയർ, ഈ ടോപ്പിക്കിലൊക്കെ ഉള്ള കറണ്ട് അഫയേഴ്സ്. അതാണ് പേപ്പർ 2 വരുന്നതെങ്കിൽ പേപ്പർ 3 എക്കോണമി ബന്ധപ്പെട്ടാണ് 100 മാർക്ക് 202 മണിക്കൂർ. എക്കോണമി ആൻഡ് പ്ലാനിങ്, ഇന്ത്യൻ എക്കോണമി, അതിന് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രിലിംസിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നീതി ആയോഗ്, ന്യൂ എക്കണോമിക് പോളിസി, പെർ ക്യാപിറ്റ ഇൻകം, പ്രൈമറി സെക്കൻഡറി ടേഴ്സറി സെക്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ. 5-year പ്ലാൻസ് ഇൻക്ലൂഡ്. പിന്നെ അഗ്രികൾച്ചർ സെക്ടർ, ലാൻഡ് റിഫോംസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, മേജർ ക്രോപ്സ്, ക്രോപ്പിംഗ് പാറ്റേൺ, ഇറിഗേഷൻ, പ്രൈസിങ്, അങ്ങനത്തെ അഗ്രികൾച്ചർ ഫിനാൻസ് പോളിസി, മാർക്കറ്റിംഗ്, ഇതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. ഗ്രീൻ റവല്യൂഷൻ. പിന്നെ ഇൻഡസ്ട്രിയൽ പോളിസി, പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അതിന്റെ പെർഫോമൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ട കാര്യങ്ങൾ, എക്കോണമിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രശ്നങ്ങൾ. പിന്നെ അതുപോലെ തന്നെ പോപ്പുലേഷനിൽ വരുന്ന ട്രെൻഡ് ആൻഡ് പാറ്റേൺ, ഗ്രോത്ത്, ജെൻഡർ, റൂറൽ അർബൻ മൈഗ്രേഷൻ, ലിറ്ററസി, റീജിയണൽ സ്ട്രക്ചർ, രീതിയിൽ അതിന്റെ കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചെലവും വരവും ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബെനിഫിറ്റ്, സബ്സിഡീസ്, ഇതിലെല്ലാം വരും. പിന്നെ ട്രെൻഡ്, കോമ്പോസിഷൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ്. പിന്നെ എക്കോണമി ഓഫ് കേരള, ഓവർവ്യൂ, പോപ്പുലേഷൻ, മേജർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇങ്ങനത്തെ ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയിൻസിന് കേട്ടോ. എന്താണത്, അതിന്റെ പ്രത്യേകത, അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഡ്രോബാക്ക്. പിന്നെ വരുന്നതാണ് ജോഗ്രഫി. അത് ജനറൽ ജോഗ്രഫി ഉണ്ട്. സോളാർ സിസ്റ്റം, മോഷൻ ഓഫ് എർത്ത്, കൺസെപ്റ്റ് ഓഫ് സീസൺസ്, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് എർത്ത്, ലാൻഡ് ഫോംസ്, അറ്റ്മോസ്ഫിയർ, അങ്ങനത്തെ ബന്ധപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ച്, ഓക്കെ, അങ്ങനത്തെ ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ. പിന്നെ ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് എക്കണോമിക് ജോഗ്രഫി, വേൾഡ്, ഇതൊക്കെ NCERT വായിച്ചാൽ ക്ലിയർ ആവേ. പിന്നെ കേരള ജോഗ്രഫി, പിന്നെ ജോഗ്രഫി നോമിനൽസ്, സുനാമി, വോൾക്കാനോസ് കാര്യങ്ങളൊക്കെ. പിന്നെ കറണ്ട് ഇഷ്യൂസ്, എക്കോണമിയുമായി ബന്ധപ്പെട്ട, എക്കോണമി പ്ലാനിംഗ് ബന്ധപ്പെട്ട കറണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിൽ പഠിക്കാനുള്ള. ജോഗ്രഫി, എക്കോണമിയാണ് പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഏത് GS3 വരുന്നത്. ഇതാണ് മെയിൻസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. ഓരോന്നും നമ്മൾ ഇനി ഓരോ സബ്ജക്ട് പറയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകും. പക്ഷെ നിങ്ങൾ ഒരു ഫസ്റ്റ് റീഡിംഗ് എന്നുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഞാൻ എന്ത് ചെയ്യാം, ഇത് രണ്ടിന്റെയും പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഞാൻ എന്ത് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, ഒന്നെടുത്ത് കാണാം. സിലബസ് എന്താന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം, പഠനം സ്റ്റാർട്ട് ചെയ്യാം. എങ്കിലേ പഠനം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
നന്നായിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാനായിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അതുവരേക്കും